സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75ാം വാർഷികത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പ്രതിപാദിക്കുന്ന തരത്തിൽ കോഴിക്കോട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ അഭിനന്ദനീയമായ ഒരു പരിപാടിയാണ് ഇത് എന്ന് ഞാൻ തുടക്കത്തിലെ പറയുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പതിറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ പലവിധ രൂപങ്ങളിലുള്ള സമര മാർഗങ്ങളിലൂടെ നേടിയെടുത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥാനമുള്ള മലബാറിലെ കോഴിക്കോട്ട് നിന്ന് നാം ഈ ചരിത്രത്തെ പറയുമ്പോൾ ധാരാളം വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എനിക്ക് സംസാരിക്കാനുള്ള വിഷയം മലബാറിലെ രാഷ്ട്രീയ പത്രപ്രവർത്തനം എന്നതാണ്. പത്രപ്രവർത്തനം മലബാറിൽ മാത്രമല്ല, കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് നമ്മുടെ നാട്ടിലെ മിഷണറി പ്രവർത്തനങ്ങളുടെ ആരംഭത്തോടു കൂടിയാണ്. 1848 ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ രാജ്യസമാചാരം, അതുപോലെ പശ്ചിമോദയം തുടങ്ങിയ പത്രങ്ങൾ ആരംഭിക്കുകയില്ല. ആ സമയത്ത് അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായും, അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് ജ്ഞാനനിക്ഷേപം പോലെയുള്ള പത്രങ്ങൾ ആരംഭിക്കുകയുണ്ടായി 1848 കാലഘട്ടത്തിൽ തന്നെ. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം മതപരമായിരുന്നു. മതപരമായ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്രങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷെ പതിയെ പതിയെ പടിഞ്ഞാറൻ ആശയഗതികൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്വാധീനത ചെലുത്തുകയും പടിഞ്ഞാറൻ സാങ്കേതിക വിദ്യകൾ വ്യാപിക്കുകയും ചെയ്ത സമയത്ത് നമ്മുടെ നാട്ടിൽ വമ്പിച്ച മാറ്റങ്ങൾ കുറിക്കപ്പെടുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. വാസ്തവത്തിൽ സാമൂഹ്യ മത പരിഷ്കരണ രംഗത്ത് വളരെ നന്നായി ഉപയോഗിച്ച ഒരു മാധ്യമമാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. നാം ആലോചിച്ച് നോക്കിയാൽ അറിയാം, കുമാരനാശാൻ്റെ വിവേകോദയം, അതുപോലെ മത്തി തങ്ങളുടെ പരോപകാരി, അതുപോലെ വാഗ്ഭടാനന്ദ സ്വാമികളുടെ അഭിനവ കേരളം, എ അയ്യപ്പൻ്റെ സഹോദരൻ, അതുപോലെ ഉണ്ണി നമ്പൂതിരി പോലെയുള്ള പത്രങ്ങൾ പ്രമുഖമായും സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. സാമൂഹികവും മതപരവുമായ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ധാരാളം പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എല്ലാ പത്രപ്രവർത്തനത്തിനും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാഷ്ട്രീയ പത്രപ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ കൂടി നമ്മൾ മനസ്സിൽ കാണേണ്ടതാണ്. 1855 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയവും തുടർന്നുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം വളരെ സജീവമായി നിലനിന്നിട്ടുണ്ട്. അതിൻ്റെ ചില പ്രകടനങ്ങൾ നമ്മുടെ നാട്ടിലും പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നാലും
നമ്മുടെ മലബാറിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ ആരംഭിച്ചു എന്ന് വേണം പറയാൻ. ഇതിൽ പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1884 പ്രകാശിതമാവുന്ന കേരള പത്രിക എന്ന പത്രത്തിന് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നു ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. പലപ്പോഴും കുഞ്ഞിരാമമേനോനെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിളിക്കാൻ ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും ശക്തമായ രൂപത്തിൽ മലയാളത്തിൽ പത്രപ്രവർത്തനം തുടങ്ങിവെച്ച ഒരാളാണ് ചെങ്കുളത്ത് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ മലബാറിലെ ഏറ്റവും സജീവമായ പത്രപ്രവർത്തനം, രാഷ്ട്രീയ പത്രപ്രവർത്തനം തന്നെ തുടങ്ങുന്നത് ചെങ്കുളത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അപവാദങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് പത്രങ്ങൾ മുമ്പേ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ 1884 കേരള പത്രികയ്ക്ക് പുറമെ നമുക്ക് 1904 തലശ്ശേരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത മിതവാദി പത്രത്തെ നമുക്ക് കാണാൻ പറ്റും. 1905 പ്രകാശിതമാകുന്ന സ്വദേശാഭിമാനി പത്രം വളരെ പ്രസിദ്ധമാണ്. രാഷ്ട്രീയ പത്രപ്രവർത്തന രംഗത്ത് വളരെ പ്രസിദ്ധമാണ്. അതിനെ തുടർന്ന് തന്നെ 1918 കേശരി ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ സമദർശി പത്രം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1921 ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായ AK പിള്ളയുടെ സ്വരാട്ട് പത്രം 1921 നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ 1800 അവസാനങ്ങൾ തൊട്ട് 1921 വരെയുള്ള കാലങ്ങളിൽ സജീവമായ രാഷ്ട്രീയ പത്രപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. പക്ഷേ ഇതിലെ ഒരു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ പത്രപ്രവർത്തനത്തിലേക്ക് മലബാറിലെ പത്രപ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരള പത്രിക, അതുപോലെ കേരള സഞ്ചാരി, അതുപോലെ മിതവാദി, അതുപോലെ മനോരമ പോലെയുള്ള പത്രങ്ങൾ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഇംഗ്ലീഷ് പത്രങ്ങളായിട്ടുള്ള വെസ്റ്റ് കോസ്റ്റ് സ്പെക്ടേറ്റർ, അതുപോലെ വെസ്റ്റ് കോസ്റ്റ് റിഫോർമർ, അതുപോലെ ചാമ്പ്യൻ പോലെയുള്ള പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളും മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലെ പത്രപ്രവർത്തനം ആകെ നമ്മൾ എടുത്ത് നോക്കിയാൽ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് മികച്ച് നിന്നിരുന്ന നേതാക്കന്മാരുടെ ആശയങ്ങൾക്കനുസൃതമായി അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ, മിതവാദ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, MG റാനഡെ പോലെയുള്ളവരുടെ നേതൃത്വത്തിലൊക്കെ നടന്നിരുന്ന ഈ ദേശീയ പ്രസ്ഥാനത്തെ മിതവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. നമുക്ക് കേരള പത്രിക, അതുപോലെ കേരള സഞ്ചാരി പോലെയുള്ള പത്രങ്ങൾ എടുത്തു നോക്കും, മനോരമ പോലെയുള്ള പത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മിതവാദ രാഷ്ട്രീയത്തിൻ്റെ നിലയിലായിരുന്നു ഇവരുടെ പത്രപ്രവർത്തനം നടന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവരാരും ബ്രിട്ടീഷ് വൈദേശിക മേധാവിത്വത്തിനെതിരെ നഖശിഖാന്തം എതിർത്തവരല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ സംസ്കാരവും ഒരു പരിധിവരെ നമുക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷുകാർക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കുക എന്നുള്ളത് ഈ പത്രങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് KP കേശവമേനോനൊക്കെ മാതൃഭൂമി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ KP കേശവമേനോൻ കഴിഞ്ഞ കാലത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, അന്ന് ഉണ്ടായിരുന്ന കേരള പത്രിക, കേരള സഞ്ചാരി പോലെയുള്ള പത്രങ്ങളൊക്കെ ഒരിക്കലും കോൺഗ്രസിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അനുകൂലമായിരുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ മറ്റൊരു പത്രത്തെക്കുറിച്ച് ആലോചിച്ചത് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഈ 1921 മുമ്പ് ഉള്ള ഒരു പത്രപ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തെ
നമ്മൾ പൊതുവിൽ നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ സംസ്കാരത്തെ പൊതുവിൽ അംഗീകരിക്കുകയും അതേസമയം മിതവാദ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ഇവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു കാലഘട്ടം പെട്ടെന്ന് മാറുകയായിരുന്നു. 1921 ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനവും അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ടെനൻസി പ്രസ്ഥാനവും എല്ലാം കൂടെ ഒരുമിച്ച് വളരെ ശക്തമായ ഒരു ചരിത്ര മുഹൂർത്തമായി മലബാറിൽ രൂപാന്തരം പ്രാപിക്കുന്ന വർഷമായിരുന്നു 1919, 20, 21 കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടങ്ങളിലെ ആണ് വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം മലബാറിൽ നടക്കുകയും പിന്നീട് അല്പം സ്തോഭജനകമായ രൂപത്തിൽ മലബാർ കലാപത്തിലേക്ക് അത് വഴുതി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാലഘട്ടം ഈ സമര കാലഘട്ടത്തിൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ ടെനൻസി മൂവ്മെൻറ്റ് പോലെയുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു വലിയ ദേശീയ പ്രസ്ഥാനമായി മാറുകയും അതിൻ്റെ ശൗര്യം വർദ്ധിച്ച് അതൊരു കലാപമായി മാറുകയും ചെയ്ത സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഈ പത്രങ്ങളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. 1921 കലാപത്തിന് ശേഷം തീർച്ചയായിട്ടും ഈ പത്രപ്രവർത്തന രംഗത്ത് പുതിയ ചിന്തകൾ ഉണ്ടാവുകയാണ്. കലാപ സമയത്ത് തന്നെ ഇതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാതൃഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചരിത്രം എടുത്തു നോക്കിയാലും അല്ലമീൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കലാപ സമയത്ത് പത്രങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും അതുപോലെ നിസ്സഹകരണ സമര പാതയിൽ നിന്നും വ്യതിചലിച്ച് മലബാർ ഒരു കലാപത്തിന് സാഹചര്യം ഒരുങ്ങുന്ന സാഹചര്യത്തിൽ വാസ്തവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ഒരു പക്ഷേ ഈ നേതാക്കന്മാരുടെ ഒരു ജിഹ്വ എന്നുള്ള നിലക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കലാപ സമയത്ത് തന്നെ അവർ ഒരു പത്രം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് കേശവമേനോൻ പറയുന്നു. അങ്ങനെ അത് മലബാറിൽ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് യു ഗോപാലമേനോൻ അടക്കമുള്ളവർ മദ്രാസിയിൽ പോയി നവകേരളം എന്ന് പറയുന്ന മലയാള പത്രം പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ പബ്ലിഷ് ചെയ്തെങ്കിലും അത് അവിടെ നിന്ന് തുടർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും മലബാറിൽ കൂടുതലായി പത്രപ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാതൃഭൂമിയെക്കുറിച്ച് ചർച്ചകളുണ്ടാവുന്നു, ചിന്തകളുണ്ടാവുന്നു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് KP കേശവമേനോൻ, K മാധവൻ നായർ തുടങ്ങിയ K കേളപ്പൻ പോലെ തുടങ്ങിയ കോൺഗ്രസിൻ്റെ ശക്തരായ നേതാക്കന്മാർ പത്രം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ കഥ കഴിഞ്ഞ കാലം എന്ന KP കേശവമേനോൻ്റെ കൃതി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ്, ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അല്ലമീൻ എന്ന് പറയുന്ന ഒരു പത്രവും ആരംഭിക്കുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അല്ലമീൻ പത്രം ആരംഭിക്കുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കേശവമേനും ഒക്കെ പത്രത്തെക്കുറിച്ച് മുമ്പ് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതുപോലെ അല്ലെങ്കിൽ മാറി താമസിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. അവർ തിരിച്ചു വന്ന സമയത്ത് ശരിക്കും അബ്ദുറഹ്മാൻ സാഹിബ് ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് മാതൃഭൂമി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഒരു പത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായി സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ചാണ് 1923 മാതൃഭൂമി ആരംഭിക്കുന്നത്. 1923 മാർച്ച് 17 മാതൃഭൂമി ആരംഭിക്കുന്നത്. 1924 ഒക്ടോബർ 12 അല്ലമീൻ പത്രം ആരംഭിക്കുന്നത്. ഈ രണ്ട് പത്രവും ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഒരുപക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും മറ്റും സാഹചര്യമൊരുക്കിയ ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഭാഗത്ത് 1923 മാതൃഭൂമി തുടങ്ങുകയും
അതേസമയം തന്നെ കോഴിക്കോട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ പെട്ട മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അൽ അമീൻ പത്രം തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോൺഗ്രസിനകത്തും രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ട് വിഭാഗങ്ങളായിട്ട് കോൺഗ്രസ് മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഒന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാനിതിനെ കാണുന്നത്, ഞാൻ ഈ രണ്ട് പത്രങ്ങളെയും കാണുന്നത് ഒരേ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന, ഒരേ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന, രണ്ട് രൂപത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്ന രണ്ട് പത്രങ്ങളായിട്ടാണ് ഞാൻ ഈ പത്രങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് പറയണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ മലയാള ഭാഷയുടെ വളർച്ചയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായി നമുക്ക് മാനക മലയാള ഭാഷ ഉണ്ടാകുമ്പോൾ ആ മാനക മലയാള ഭാഷക്കകത്ത് ഉള്ള വാങ്മയങ്ങളും പ്രയോഗങ്ങളും മറ്റും ഒരു 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 പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമൂഹ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് വന്ന വാങ്മയങ്ങളും പ്രയോഗങ്ങളും ഒക്കെയായിരുന്നു. അപ്പം ആ ഭാഷയിൽ വ്യുൽപ്പത്തിയുള്ളവർ, അത് മനസ്സിലാവുന്നവരും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരും ഒരു പ്രത്യേക വിഭാഗമായി മാറിപ്പോയി. അത് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഇതേ സംഭവം മറ്റൊരു വശത്ത് സംഭവിക്കുന്നുണ്ട്. മാപ്പിള ഭാഷ ഈ പറയുന്ന മലയാള മാനക ഭാഷക്കകത്ത് ഇടം നേടിയിട്ടില്ലാത്തൊരു കാലമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരുപക്ഷെ മാതൃഭൂമി ഉപയോഗിച്ച ഭാഷയിലൂടെ മലബാറിലെ മാപ്പിളമാരുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ സാഹചര്യമില്ലാതിരുന്നു എന്നതാണ് വസ്തുത. ആ ഒരു ഗ്യാപ്പാണ് ഈ അൽ അമീൻ പത്രത്തിലൂടെ മുഹമ്മദ് റഹ്മാൻ സാഹിബ് സാധ്യമാക്കുന്നത്. കാരണം ഒരിക്കലും അത് അദ്ദേഹത്തിൻ്റെ പത്രത്തിലും അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയലുകളുടെ തലക്കെട്ടും ഒക്കെ ഒരിക്കലും പൊതുവായിട്ട് ഞാനീ പറയുന്ന ആദ്യത്തെ വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതല്ലായിരുന്നു. മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, മുസ്ലിം മനസ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ടൈറ്റിലുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ജിഹാദുൽ അക്ബർ എന്ന, ഏറ്റവും വലിയ സമരം എന്ന അർത്ഥമേ ഉള്ളൂ. പക്ഷേ മാപ്പിള മനസ്സുകളിലേക്ക് അതിൻ്റെ ചൂട്, സമരത്തിൻ്റെ ചൂട് കയറ്റിവിടണമെങ്കിൽ ആ ഒരു പ്രയോഗത്തിലൂടെ സാധ്യമാകുമെന്നുള്ളതുകൊണ്ടാണ് ജിഹാദുൽ അക്ബർ എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ അദ്ദേഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലേഖനങ്ങളും, അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക രാഷ്ട്രീയ ലേഖനങ്ങളിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേ സമയം മുഹമ്മദ് നബിയും അതുപോലെ ഗാന്ധിജിയും നിഴലുകളായിട്ട് ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മാപ്പിള മലയാള ഭാഷ അന്നത്തെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനക മലയാളത്തിൽ ഉൾപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മാപ്പിളമാർക്ക് അന്നത്തെ മാനക ഭാഷ മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിൽ, ചരിത്രപരമായ കാരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ആ സാഹചര്യത്തിൽ ഈ മാപ്പിളമാരെ, മലബാറിലെ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഒരു പത്രമായിട്ട് അൽ അമീൻ മാറുന്നത് അങ്ങനെയാണ്. ഈ രണ്ട് പത്രങ്ങൾ, മാതൃഭൂമിയും അൽ അമീനും, 1924 ശേഷം രണ്ടും ഏതാണ്ട് ഒരേ രൂപത്തിൽ ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടും ആഴ്ചയിൽ 3 ദിവസം പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളായിട്ടാണ് ഇറങ്ങിയത്. പിന്നീട് 1930 ആകുന്ന സമയത്ത് എല്ലാ ദിവസങ്ങളിലും ഇറങ്ങുന്ന പത്രങ്ങളായിട്ട് മാറുന്നുണ്ട്. പല സമയങ്ങളിലും പല പ്രശ്നങ്ങളും അവർ ഏൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അവർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കടുത്ത എന്താ പറയുക, നിയമ പ്രശ്നങ്ങൾ അവർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ രണ്ടിനെയും കൂടി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരേ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് പത്രങ്ങളാണ്. ആകെയുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ആകെയുള്ള ഒരു വ്യത്യാസം എന്നത് മാതൃഭൂമി അല്പം കൂടെ തന്ത്രപരമായി പത്രപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് വേണം വിചാരിക്കാം. തന്ത്രപരമായി എന്ന് പറഞ്ഞാൽ അന്ന് സർക്കാർ നിരന്തരമായിട്ട് പത്രങ്ങളെ അടിച്ചമർത്തുന്ന സാഹചര്യത്തിൽ പലപ്പോഴും സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടാതെ, അല്ലെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടാതെ ഒഴിഞ്ഞും മാറിയും, സർക്കാരിൻ്റെ ദണ്ഡന മുറകളെ ഒഴിഞ്ഞും മാറിയും എന്താ പറയുക, മാനേജ് ചെയ്തുകൊണ്ട് പത്രപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് മാതൃഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ
അല്ലമീൻ്റെ പത്രപ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ സ്വഭാവം പോലെ വളരെ നേരിട്ടുള്ള, ഒരിക്കലും ഒന്നിനും വകവെക്കാതെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പ്രകാശിതമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി സർക്കാരിനെതിരെയും അഴിമതിക്കെതിരെയൊക്കെ ഇടം വലം നോക്കാതെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നു അല്ലമീൻ്റെ പോക്കെന്ന് പറയുന്നത്. സ്വാഭാവികമായും മാതൃഭൂമി അത് തുടർന്നും നിലനിൽക്കുകയും അല്ലമീൻ അത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അവസാന കാലത്ത്, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേരിൽ അത് നിർത്തേണ്ടി വരികയും ചെയ്ത സമയമുണ്ടായി. അത് നിർത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് തുടരാൻ പറ്റാത്ത സാഹചര്യം അല്ലമീനുണ്ടാവുകയും അതേസമയം ഈ സർക്കാരിൻ്റെ ദണ്ഡന മുറകളെ ഒഴിഞ്ഞും തെളിഞ്ഞുമൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് മാതൃഭൂമിക്ക് തുടർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മാതൃഭൂമി പലപ്പോഴും ഏറ്റവും നല്ല ഉദാഹരണം മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന കെ കേളപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിൽ എതിർത്തുകൊണ്ട് എന്തെങ്കിലും എഴുതാൻ മാതൃഭൂമി തയ്യാറായില്ല. അവർ ചെയ്തത് അവരുടെ എഡിറ്റോറിയൽ കോളം 6 മാസത്തേക്ക് ബ്ലാങ്കാക്കി. എഡിറ്റോറിയൽ കോളം ബ്ലാങ്കാക്കിയിടുകയാണ് ചെയ്തു, ഒന്നും പറഞ്ഞില്ല. അതേസമയം ഇതേ വിഷയത്തിൽ അല്ലമീൻ വളരെ പരസ്യമായി സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുന്ന രൂപമെടുത്തു എന്ന് മാത്രമല്ല, മാതൃഭൂമിയെപ്പോലും ഈ കാര്യത്തിൽ വിമർശിക്കാൻ അല്ലമീൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് മാതൃഭൂമി ഒരുപക്ഷെ സർക്കാരിൽ നിന്ന് വരുന്ന വലിയ ദണ്ഡന മുറകൾ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം, അല്ലമീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പോളിസി അവരെടുത്തിട്ടില്ല. അവർ വസ്തുതകളായി വളരെ തുറന്ന രൂപത്തിൽ പ്രതികരിക്കാനും ഓപ്പണായിട്ട് സർക്കാരിനെതിരെ നിലകൊള്ളാനും അവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലമീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മലബാർ കലാപത്തിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘടിതമായ ഒരു ശക്തിയായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയ പത്രപ്രവർത്തനമാണ് മാതൃഭൂമിയും അതോടൊപ്പം തന്നെ അല്ലമീനും ചെയ്തിരുന്നത് എന്നുള്ളതാണ് വസ്തുത. ഒരു ഭാഗത്ത് മാതൃഭൂമി മലബാറിലെ ജനസംഖ്യയുടെ ഒരു ഗണത്തെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലമീൻ മലബാറിലെ ജനസഞ്ചയത്തിൻ്റെ മറ്റൊരു ഗണത്തെ അഭിസംബോധന ചെയ്യുകയും അവരുടെ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോകുമ്പോൾ തന്നെ മറ്റു പത്രങ്ങളും രാഷ്ട്രീയമായി വളരെ സജീവമായിട്ട് രാഷ്ട്രീയ ആശയ രൂപീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് യുവഭാരതം എന്ന് പറയുന്നത്. പാലക്കാട് നിന്ന് കൃഷ്ണസ്വാമി അയ്യർ അവിടുന്ന് പബ്ലിഷ് ചെയ്യുന്ന യുവഭാരതം എന്ന് പറയും. വളരെ ചെറിയ പത്രമായിരുന്നു. യങ് ഇന്ത്യയെ പോലുള്ള ചെറിയ പത്രമായിട്ട് ഇറക്കിയ ആ പത്രം വളരെ ശക്തമായിട്ട് ഗാന്ധിയൻ ആശയങ്ങളെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പത്രം. അതിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് യുവഭാരതം എന്ന് പറയുന്ന ആ പത്രം കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ പാലക്കാട് തന്നെ ആരംഭിക്കുകയും പിന്നീട് ഷൊർണൂരിലേക്ക് EMSൻ്റെയൊക്കെ നേതൃത്വത്തിൽ മാറ്റുകയും അതിനുശേഷം കോഴിക്കോട് വരികയും ചെയ്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാണ് പ്രഭാതം പത്രം. ഈ പ്രഭാതം പത്രം രൂപപ്പെട്ടു വരുന്നത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്ന സമയത്താണ് പ്രഭാതം പത്രം രൂപപ്പെട്ടു വരുന്നത്. 1934 ഷൊർണൂരിലേക്ക് പ്രഭാതം പത്രത്തെ EMSഉം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൊണ്ടുവരുന്നത്. അപ്പം അവിടെ ആ ഒരു പ്രഭാതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെയും അതുപോലെ അധസ്ഥിതരുടെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും അതുപോലെ തന്നെ കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോളിലാണ് ഈ പ്രഭാതം പത്രം അന്ന് രൂപപ്പെട്ടു വന്നു. വാസ്തവത്തിൽ അത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പത്രമായിട്ട് തന്നെയാണ് അറിയപ്പെട്ടത്. അങ്ങനെ
മലബാർ കലാപത്തിന് ശേഷം നമുക്കറിയാം മലബാറിലെ പൊതു ജനസഞ്ചയത്തെ പല രൂപത്തിൽ ഒരു ഭാഗത്ത് ഗാന്ധിയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വഴിയെ ചരിച്ചു, വേറൊരു ഭാഗത്ത് പിന്നീട് രൂപപ്പെട്ടു വരുന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ അധികരിച്ചു. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും പ്രസരിപ്പിക്കുന്ന എല്ലാ പല പത്രങ്ങളും അന്ന് മലബാറിലുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് മിതവാദി പത്രമാണ്. മിതവാദി പത്രം 1907 തലശ്ശേരിയിൽ മൂക്കോത്ത് കുമാരൻ സ്ഥാപിക്കുകയും പിന്നീട് 1917 ശ്രീകൃഷ്ണൻ, മിതവാദി കൃഷ്ണൻ എന്ന് പിന്നീട് അറിയപ്പെട്ട ശ്രീകൃഷ്ണൻ 1917 കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്ത പത്രം. ആ പത്രത്തിനും മലബാറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രധാനപ്പെട്ട റോളുകളുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് അടിമുടി കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള ആശയപ്രചരണമായിരുന്നു അത് നടത്തിയിരുന്നത്. അത് ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുകയും ബ്രിട്ടീഷുകാരിവിടെ കൊണ്ടുവന്ന ഭരണരീതിയും സംസ്കാരത്തെയും അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നയങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണാധിപത്യമുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും എന്നും ആ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ കൊണ്ടു നടക്കുന്നതെന്നും വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഈ നമ്മുടെ മലബാറിൽ പ്രസരിപ്പിച്ച ഒരു പത്രമാണ് മിതവാദി എന്ന് പറയും. അപ്പം അതേപോലെ തന്നെ ഇംഗ്ലീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള പത്രങ്ങൾ, ഇപ്പോൾ വെസ്റ്റ് കോസ്റ്റ് സ്പെക്ടേറ്റർ, അതുപോലെ വെസ്റ്റ് കോസ്റ്റ് റിഫോമർ, ചാമ്പ്യൻ പോലെയുള്ള പത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ചിന്താധാരയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവരും നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാം. ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തിനോടടുത്തും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ശക്തിപ്പെട്ട് വരുന്ന സമയത്ത് നമ്മുടെ മലബാറിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളടക്കം കമ്മ്യൂണിസ്റ്റുകളടക്കം ഈ യുദ്ധത്തിന് എതിരായിട്ട് നിലനിൽക്കുന്ന സമയത്ത് പെടുന്നതിനുള്ള ഒരു അന്തർദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ USSR അതിൻ്റെ ക്യാമ്പ് മാറുമ്പോൾ ഈ ദേശീയ പ്രസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമ്മുടെ പ്രഭാതം പത്രം അടക്കമുള്ള പ്രഭാതമല്ല എന്നുള്ളത് അന്ന് പിന്നീട് ദേശാഭിമാനി പത്രമാണ്. 1942 ദേശാഭിമാനി പത്രം വന്നു. ദേശാഭിമാനി പത്രമൊക്കെ യുദ്ധത്തിന് എതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന സമയത്ത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് സമയത്ത് ഒരുപക്ഷെ എന്താ പറയുക നമ്മുടെ പുറം ലോകം അറിയാത്ത രൂപത്തിൽ ഒരു എന്താ പറയുക പത്രപ്രവർത്തനം സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്ന ഒരു പത്രം ഇറങ്ങിയിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതത്തിന് 17 പ്രതികളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്നല്ല അടിച്ചത്, അത് കുടകിൽ നിന്ന് അടിച്ചിട്ടുണ്ട്, പിന്നീട് ഇങ്ങോട്ട് വന്ന് ചേമഞ്ചേരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ തലശ്ശേരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ഒരു അണ്ടർഗ്രൗണ്ട് പത്രപ്രവർത്തനത്തിൻ്റെ രൂപത്തിലാണ് സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്ന പത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി അതിശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു മൂവ്മെൻ്റാണ് സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത്. അതിൽ വളരെ പേരെടുത്ത ധാരാളം SK പൊറ്റക്കാട്, NV കൃഷ്ണവാര്യർ, അതുപോലെ RM മനക്കലാത്ത് പോലെയുള്ളവരുടെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നതെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ധാരാളം പേര് ആ പത്രം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ശക്തമായ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയമായ പ്രബുദ്ധതയുടെ ഉറവിടമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൊളോണിയൽ ഭരണാധികാരികളുടെ ദണ്ഡനത്തിൻ്റെ മേഖലയായിട്ടും വളർന്നു വന്ന ഒരു കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം നമുക്ക് മലബാറിലുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ മത പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും ആധുനിക സംസ്കാരത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ നമ്മുടെ മലബാറിലെ സമൂഹത്തിൽ പ്രസരിപ്പിച്ച വളരെ ശക്തമായ ഒരു
രാഷ്ട്രീയ പത്രപ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരം ഞാൻ ഉപസംഹരിക്കുമ്പോൾ ആ ഉപസംഹരണത്തിൻ്റെ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിത്രം കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. CAA സമരത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ മാതൃഭൂമിയുടെ പത്രപ്രവർത്തകരായിട്ടുള്ള അരുൺ ശങ്കർ, അതുപോലെ തന്നെ ക്യാമറമാൻ വൈശാഖൻ പോലെയുള്ളവർ പോലീസിൻ്റെ ലാത്തിയടിക്ക് വിധേയമാകുന്നത് നമ്മൾ ഈ മൂവിയിൽ, നമ്മുടെ വാർത്തകളിലൂടെ നമ്മളിവിടെ നിന്ന് നോക്കി കണ്ടിട്ടുണ്ട്. ആ പത്രപ്രവർത്തനത്തിൻ്റെ എന്താ പറയുക, ആ കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മുഴുവൻ സബ്സ്റ്റൻസും ഉൾക്കൊള്ളുന്ന ഒരു സീനായി ആ സീനിനെ ഞാൻ കാണുന്നു. ആ സീനിനെ കൂടി ഇവിടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് ജില്ലാ കളക്ടറോടും കളക്ടറുടെ ടീമിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ജയ് ഹിന്ദ്.